ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ചരിത്ര വിഭാഗത്തിൽ നിന്നുള്ള 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. അതിൽ കേരള ചരിത്രം, കേരള നവോത്ഥാനം, ഇന്ത്യൻ ചരിത്രം എല്ലാം ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം. താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വക്കം അബ്ദുൾ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനപദ ശരിയായിട്ടാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. വാഗ്ബടാനന്ദൻ സമത്വ സമാജം എന്ന് തന്നിട്ടുണ്ട്. സമത്വ സമാജം ആരാണ് സ്ഥാപിച്ചത്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വാഗ്ബടാനന്ദൻ അല്ല, വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ മൂന്നാമത്തേത് തെറ്റാണ്. നമ്മളോട് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നിന്റെ ആൻസർ ബി ആണ്. ഓക്കെ ആണോ? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൾ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ഇവിടെയും തെറ്റായ പ്രസ്താവന തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിബായി ആണെന്ന് തന്നിട്ടുണ്ട്. ഡൽഹിയിൽ പക്ഷേ നേതാവ് ആരായിരുന്നു? ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമനും ഭക്ത് ഖാനും ആയിരുന്നു. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത്. ഡൽഹിയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ് ബഹദൂർ ഷാ രണ്ടാമനും ഭക്ത് ഖാനുമാണ്. ബഹദൂർ ഷാ രണ്ടാമനും ഭക്ത് ഖാനുമാണ്, റാണി ലക്ഷ്മിബായി അല്ല. തെറ്റാണ്. റാണി ലക്ഷ്മിബായി എവിടെയായിരുന്നു? ഗ്വാളിയോർ, ഝാൻസി, ബുന്ദേൽഖണ്ഡ് എന്നിവിടങ്ങളിലാണ് റാണി ലക്ഷ്മിബായി നേതാവായിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ബീഹാറിലെ ആറയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് അലി ഷായാണെന്നാണ് തന്നിട്ടുള്ളത്. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ബീഹാറിലെ ആറയിൽ നേതൃത്വം വഹിച്ചത് ആരാണ്? കൻവർ സിംഗ് ആണ് കേട്ടോ. കൻവർ സിംഗ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത്. കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബാണ്. കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബ്, താന്തിയ തോപ്പി, അസീമുള്ള ഖാൻ എന്നിവരായതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? 1ഉം 2ഉം തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതാണ്? ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായത് ഏതൊക്കെയാണ്? റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ കരി നിയമം എന്നത് 1919 1919 15-ലല്ല. അപ്പൊ ഇത് തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തേത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ എന്നത് പോയിട്ടുണ്ട്. ദണ്ഡി മാർച്ച് 1930 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് 1928 ഇതും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ബി ഓപ്ഷനും പോയിട്ടുണ്ട്. ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി എപ്പോഴാണ്? 1931 ഡൽഹി ഉടമ്പടി എന്നറിയപ്പെടുന്ന ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931 മാർച്ച് 5 ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാണ്. അപ്പൊ 2, 3, 4 എന്നത് ശരിയാണ്. ഒന്നാമത്തേത് മാത്രം തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം. ശരിയാണ്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ജനിച്ചത്. ഇരവിപേരൂർ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു. ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കേട്ടോ. യോഗക്ഷേമ സഭയുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമില്ല. ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിൽ യോജിക്കാത്ത പ്രസ്താവന 3 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ശരിയായ ജോഡി കണ്ടെത്തുക. മൂഷക വംശകാവ്യം ആരാണ് രചിച്ചത്? അതുലനാണ്. ശരിയായിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൂഷക വംശകാവ്യം അതുലൻ. തുഫത്തുൽ മുജാഹിദീൻ ആരാണ് തയ്യാറാക്കിയത്? തുഫത്തുൽ മുജാഹിദീൻ ഇവിടെ തന്നിട്ടുള്ളത് മക്തി തങ്ങൾ എന്നാണ്. പക്ഷെ ഇത് തെറ്റായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തുഫത്തുൽ മുജാഹിദീൻ എന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. തുഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീനും തുഫത്തുൽ മുവാഹിദീൻ എന്നത് രാജാറാം മോഹൻ റോയുമാണ്. തുഫത്തുൽ മുവാഹിദീൻ രാജാറാം മോഹൻ റോയുമാണ്.
കേരളപ്പഴമ ഹെർമൻ ഗുണ്ടർട്ടാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കേരള സിംഹം രചിച്ചത് സർദാർ KM പണിക്കരാണ്. ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കേരള സിംഹം സർദാർ KM പണിക്കർ. അപ്പോൾ ഇവിടെ ശരിയായ ജോഡി 1ഉം 3ഉം ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി AO ഹ്യൂമാണ്. WC ബാനർജി എന്നാണ് തന്നിട്ടുള്ളത്. WC ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് കേട്ടോ. ആദ്യ പ്രസിഡന്റ് ആണ് WC ബാനർജി. ആദ്യത്തെ സെക്രട്ടറി AO ഹ്യൂമാണ്. AO ഹ്യൂം, അലൻ ഒക്ടോവിയൻ ഹ്യൂം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. INC യുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. INCയുടെ രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു എന്ന് തന്നിട്ടുണ്ട്. ഇത് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. INCയുടെ രണ്ടാം സമ്മേളനം നടന്നത് കൽക്കട്ടയിലും മൂന്നാം സമ്മേളനം നടന്നത് മദ്രാസിലുമായിരുന്നു. ഓക്കെ ആണോ? INCയുടെ രണ്ടാം സമ്മേളനം നടന്നത് കൽക്കട്ടയിലും മൂന്നാം സമ്മേളനം നടന്നത് മദ്രാസിലുമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളോട് യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. 1ഉം 4ഉമാണ് യോജിക്കാത്തത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. SCRTയിൽ ഇതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1953 നിലവിൽ വന്ന ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി, SK ധർ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ അംഗങ്ങളായിരുന്നു എന്നാണ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഇവരെ പേര് ഈ ഒരു ലിസ്റ്റിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റംഗങ്ങളാണ് സർദാർ KM പണിക്കർ, HN കുൻസ്രു എന്നിവർ. സർദാർ KM പണിക്കർ, HN കുൻസ്രു എന്നിവരാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്ലി തെറ്റാണ്. ഓക്കെ, ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാര സമരം അനുഷ്ഠിച്ചു. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1ഉം 3ഉം 4ഉമാണ് ശരി. 1ഉം 2ഉം 4ഉമാണ് ശരി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്കിവിടെ ആൻസർ റെഡിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് A വിഭാഗത്തിന് യോജിച്ചവ B വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക. നോക്കിക്കേ, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചു. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. വാഗ്ബടാനന്ദൻ സ്ഥാപിച്ചത് ആത്മവിദ്യാസംഘമാണ്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടും സ്ഥാപിച്ചു. ഓക്കെ ആണല്ലോ. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. ഓക്കെ, അപ്പോൾ ഏതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ? സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് ആറ്റിങ്ങൽ കലാപം. തെബാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? തെബാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ബംഗാൾ. ഓപ്ഷൻ എ ബംഗാൾ ആണ് ഇവിടുത്തെ ആൻസർ. ബംഗാളുമായി ബന്ധപ്പെട്ട സമരമാണ് തെബാഗ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, റാണി ലക്ഷ്മിബായി, ബീഗം ഹസ്രത് മഹൽ,
താന്തിയ തോപ്പി നാനാ സാഹിബ്, കൻവർ സിംഗ് ശ്യാമൽ, സിദ്ധു കാനു എന്നിവരെയാണ് തന്നിട്ടുള്ളത്. ആരാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്തവർ? ഓപ്ഷൻ ഡി ആണ്, സിദ്ധു കാനു എന്നിവരാണ്. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് രാമചന്ദ്ര ഗുഹയാണ്. രാമചന്ദ്ര ഗുഹ. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? വരിക വരിക സഹചരെ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണ്. അംശി നാരായണ പിള്ള. പി കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ്? പി കേശവദേവിൻ്റെതാണ് ഉലക്ക എന്ന നോവൽ. പി കേശവദേവ് ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി രചിച്ചിട്ടുള്ളതാണ്? അത് പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു നോവൽ ഉള്ളത്. ഓക്കെ ആണല്ലോ? പുന്നപ്ര വയലാർ സമരം. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കല്ലുമാല സമരം സംഘടിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിച്ച സ്ഥലം ഏതാണ്? 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിച്ച സ്ഥലം ഏതാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഇലക്ട്രിസിറ്റി സമരം തൃശ്ശൂരാണ്. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറമാണ്. അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണം ഉണ്ടായിരുന്നത് ഏതാണ്? മലബാർ ആണ്. മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ്? മലബാറിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂരാണ്. പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് ആരാണ്? സവർണ ജാഥ നയിച്ചത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചുവടെ തന്നിട്ടുള്ളതിൽ ഏതോന്ന്. അത് ഏതാണ്? മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സമരം ഏതാണ്? ചാന്നാർ ലഹളയാണ്. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പിയാണ്. രാമനമ്പി. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1 1956 നവംബർ 1. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകൻ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? ഗാന്ധിജി 1918 തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കാണ്. അഹമ്മദാബാദ് സമരം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ്. തെബാഗ സമരം നടന്നത് എവിടെയാണ്? തെബാഗ സമരം നടന്നത് ബംഗാളിലാണ്. ബംഗാൾ. തെബാഗ ബംഗാൾ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാണ്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രമാണ് സംബാദ് കൗമുദി. സംബാദ് കൗമുദി. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് അംഗീകരിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ്?
നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് വി.പി. മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് 1946 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചിട്ടുള്ളത്. അതിന്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത ചോദ്യം, ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ബ്രഹ്മസമാജം ആരാണ് സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഉത്തരം നമുക്ക് അപ്പം തന്നെ കിട്ടി. 1, 4 കൊടുത്തിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒറ്റ ഓപ്ഷനേ നമുക്കുള്ളൂ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആര്യസമാജം ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. പ്രാർത്ഥനാ സമാജം ആരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ്. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് കേശവചന്ദ്ര സെൻ ആണ്. ചോദ്യ പേപ്പറിൽ നിന്നും നമുക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടും, പഠിക്കുക കേട്ടോ. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് കേശവചന്ദ്ര സെൻ. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജം ദയാനന്ദ സരസ്വതി. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം. സാന്താൾ കലാപം നടന്ന വർഷം. സാന്താൾ കലാപത്തിന്റെ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. 1855-56 കാലഘട്ടത്തിലാണ്. 1855-56 കാലഘട്ടത്തിലാണ് സാന്താൾ കലാപം നടന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരാണ്? സി ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10 1857 മെയ് 10. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9 1942 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റത്തിന്റെ പേരെന്താണ്? സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായിട്ട് ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റമാണ് ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് 1885 മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലിയാണ്. ഫസൽ അലി. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആണ് കഴ്സൺ പ്രഭു. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയത് കാൺപൂരിലാണ്. കാൺപൂർ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേര് റാണി ഝാൻസി റെജിമെന്റ് എന്നതായിരുന്നു. റാണി ഝാൻസി റെജിമെന്റ്.
സാന്താൾ കലാപം നടന്ന പ്രദേശം ഏതാണ്? സാന്താൾ കലാപം നടന്ന പ്രദേശമാണ് രാജ്മഹൽ കുന്നുകൾ. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? ബാലഗംഗാധര തിലകൻ ആരംഭിച്ചിട്ടുള്ള പത്രമാണ് മറാത്ത എന്ന പത്രം ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹിസ്റ്ററി വിഭാഗത്തിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.